പ്രിയപ്പെട്ടവരെ, വചനം ഉണ്ടല്ലോ, വചനം എല്ലാ ദിവസവും വായിക്കണം. എല്ലാ ദിവസവും വായിക്കണം. കാരണം വചനം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് വിഷയത്തോട് ബന്ധപ്പെട്ടാണോ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിൽ കർത്താവ് ഇടപെടുന്ന വചനങ്ങൾ നമുക്കുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന്, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ വായിക്കാൻ പറ്റിയ ഒരു വചനം പറഞ്ഞേ. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ, ഫിനാൻഷ്യൽ ക്രൈസിസ് കേൾക്കുന്ന ആരെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ച് പഠിക്കേണ്ട ഒരു വചനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനം. ഏതാ വചനം? എൻ്റെ ദൈവം തൻ്റെ സർവമഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈ വചനം വിശ്വസിക്കണം, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇന്റർവ്യൂ പാസ്സാവുന്നില്ല, വിദേശത്ത് പോകാൻ ആഗ്രഹമുണ്ട്, കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല, സർട്ടിഫിക്കറ്റ് ശരിയാവുന്നില്ല, ആ പ്രശ്നം ഈ പ്രശ്നം, അങ്ങനെ ഒരു നാൽക്കവലയിൽ നിൽക്കുന്ന അവസ്ഥ. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒരാളെ കണ്ടുമുട്ടിയാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു വചനം പറഞ്ഞേ. യെശയ്യായുടെ പ്രവചനം 45-ാം അധ്യായം 2-3 തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 45 വേഴ്സ് 2 and 3. യെശയ്യായുടെ പ്രവചനം 45-ാം അധ്യായം 2-3 തിരുവചനം. ഏതാണ് വചനം? ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം ഞാനാണെന്നറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ നിധി ശേഖരവും നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ വചനം നമ്മളോട് തന്നെ പറയുകയും മറ്റുള്ളവരോട് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ വല്ലാണ്ട് തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കാൻ പറ്റിയൊരു വചനം, അതായത് വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല, ആകപ്പാടെ തകർന്നിരിക്കുന്ന സമയം വായിച്ച് പ്രാർത്ഥിക്കേണ്ട വചനമാണ് യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 1-ാം തിരുവചനം. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 1-ാം തിരുവചനം. ഏതാ വചനം? യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഏതെങ്കിലും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ സ്വസ്ഥതയും പോയി എന്ന് ചിന്തിക്കുമ്പോൾ ആ വചനം പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? യാക്കോബ് എന്നെഴുതിയ സ്ഥാനത്ത് നിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു എന്നാണ് വചനം. ആ യാക്കോബിന്റെ സ്ഥാനത്ത്, ഇസ്രായേലിന്റെ സ്ഥാനത്ത് സ്വന്തം പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, സ്വന്തം പേര് പറഞ്ഞു നോക്കി. ഇപ്പൊ എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. ഞാൻ പറയാണ്, ഫ്രാൻസിസെ നിന്നെ സൃഷ്ടിക്കുകയും ഫ്രാൻസിസെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്, എന്റേതാണ്. ഹല്ലേലൂയ. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നമ്മൾ സ്വന്തമാക്കി സ്വീകരിക്കണം. ഇപ്പോൾ ഈ വചനങ്ങൾ മുഴുവൻ ബൈബിളിലുണ്ട്. ഈ വചനം നമ്മൾ വായിക്കും തോറും നമ്മുടെ സ്വന്തമായിട്ട് മാറണം. അതെന്ത് ചെയ്യണം? ആ വചനം നമ്മൾ ഭക്ഷിക്കണം. വചനം ഭക്ഷിക്കുക എന്ന് പറയും. ഇപ്പൊ നമ്മള് പാത്രത്തിൽ കഞ്ഞി കുടിച്ചില്ലേ? കുടിച്ചു. പാത്രത്തിൽ കഞ്ഞി ഉണ്ട് എന്നോർത്തുകൊണ്ട് അത് നിന്റേതായോ? ആയില്ല. പാത്രത്തിലുള്ള കഞ്ഞി നീ ഭക്ഷിക്കുമ്പോഴാണ് നിന്റെ ശരീരത്തിൽ അതായി മാറുന്നത് എന്നുള്ളത് പോലെ വചനമായ ഭക്ഷണം ബൈബിളിലുണ്ട്. ഇനി എന്ത് ചെയ്യണം? അത് പെറുക്കി നമ്മൾ ഭക്ഷിക്കണം, നമ്മുടെ സ്വന്തമായി സ്വീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 1:35. തളർന്നിരിക്കുന്നവർ വായിച്ച് പ്രാർത്ഥിക്കേണ്ട വചനം. ഏതാ വചനം? ലൂക്ക 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതിനെ നമ്മുടേതാക്കി മാറ്റി പ്രാർത്ഥിച്ചേ, നമ്മുടെ സ്വന്തമാക്കി സ്വീകരിച്ചേ. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും, എൻ്റെ മേൽ ആവസിക്കും പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതിനെയാണ് ക്ലെയിം ചെയ്യുക എന്ന് പറയും. എന്ത് ചെയ്യണം? ക്ലെയിം ചെയ്യുക.
ക്ലെയിം, മെഡിക്കൽ ക്ലെയിം, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക, അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവകാശപ്പെടുത്തുക, സ്വന്തമാക്കുക എന്നാണ് അർത്ഥം. നമ്മളൊരു വചനം വായിച്ചാൽ ആ വചനം നമ്മുടെ സ്വന്തമാക്കി സ്വീകരിക്കണം, ക്ലെയിം ചെയ്ത് സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം വായിക്കും തോറും അങ്ങനെ വലിയ അനുഗ്രഹം സംഭവിക്കും. എന്താ അനുഗ്രഹം? വചനം വായിക്കുമ്പോൾ വചനം നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കും, വചനം നമ്മളിൽ സംസാരിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും കാര്യം ചെയ്യാൻ കഴിവില്ല എന്ന് ചിന്തിക്കുന്നവർ, പഠിക്കാൻ കഴിവില്ല എന്ന് ചിന്തിക്കുന്നവർ പ്രാർത്ഥിക്കേണ്ട വചനം ഫിലിപ്പി 4:13. ഫിലിപ്പി 4:13 ഏതാ വചനം? ഫിലിപ്പി 4:13. അതായത് പഠിക്കാനായിട്ട് എനിക്ക് കണക്ക് പഠിക്കാൻ കഴിവില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, എനിക്കിത് ചെയ്യാൻ കഴിവില്ല. നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പേടി, വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വല്ല അപകടം സംഭവിക്കുമോ, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്ന് പേടി. ഫിലിപ്പി 4:13 ഏതാ വചനം എന്നറിയോ? എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. കണ്ടോ? എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എനിക്ക് കഴിവില്ല, പക്ഷേ എന്നെ ശക്തനാക്കുന്നവനിലൂടെ അത് ചെയ്യാൻ കഴിവുണ്ട്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ വചനം നമുക്ക് ശക്തി നൽകും. ഹല്ലേലൂയ.